ഹലോ, വെൽക്കം. ഇറ്റ്സ് മീ സാർ. അപ്പോൾ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് എങ്ങനെയാണ് ധനം സമ്പാദിക്കാം, ലാഭങ്ങൾ ഉണ്ടാക്കാം എന്നുള്ള പറ്റിയൊരു വീഡിയോ ആണ്. ഇത് പലവരും എൻ്റെ അടുത്ത് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു മുമ്പ്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഈ വീഡിയോ ചെയ്യുന്നത്, മനസ്സിലായി. അതുപോലെ തന്നെ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇപ്പോൾ പണം സമ്പാദിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് ചോദിക്കും, നീ എലോൺ മസ്കിൻ്റെ തന്തയാണോ നീ പണം സമ്പാദിക്കുക എങ്ങനെയാണെന്ന് നീ നമ്മളെ പറഞ്ഞു കഴിഞ്ഞാൽ നീ എലോൺ മസ്കിൻ്റെ തന്തയാണോ എന്നൊക്കെ പലരും ചോദിക്കും. ഇല്ലെങ്കിൽ ചിലവർ എൻ്റെ ടീമിൽ നിന്ന് തെറി വിളിക്കും, നീ എലോൺ മസ്കിൻ്റെ തന്തയാണോടാ, എങ്ങനെ നീ പണം ഉണ്ടാക്കുമെന്ന് നീ അങ്ങ് പറഞ്ഞു തന്നു, നീ അങ്ങനെ പലരും ചോദിക്കും, വ്യത്യസ്തകളായിട്ടുള്ളവരൊക്കെ. അപ്പോൾ അങ്ങനെയുള്ളവന്മാരടുത്തൊക്കെ എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മനുഷ്യനും ഒരു ഗ്രഹവും തമ്മിൽ നല്ല സ്വാധീനമുണ്ട്, ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട് ഈ ഗ്രഹങ്ങൾ തമ്മിൽ. അത് ഇൻഫ്ലുവൻസ്ഡ് ആവുന്നത് എങ്ങനെയാണ് എന്ന് എൻ്റെ ചലഞ്ചേഴ്സായിട്ട് വന്നവർക്ക് കൃത്യമായി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. വെറുതെ ആൾക്കാരത്തൊന്നുമല്ല, പക്ക എത്തിസ്റ്റെടുത്തും ചലഞ്ചേഴ്സായിട്ട് വന്നവർക്ക് ഞാൻ കൃത്യമായി പ്രൂവ് ചെയ്ത് കൊടുത്തിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു മനുഷ്യനും ഒരു ഗ്രഹവും തമ്മിൽ കൃത്യമായിട്ടുള്ള ഒരു ഇതുണ്ട്, കണക്ഷനുണ്ട് എന്നുള്ള കാര്യം. ഓക്കെ, അത്രയേ ഉള്ളൂ. ഈ ഗ്രഹങ്ങളുടെ സ്വാധീനം വച്ചിട്ടാണ് ഈ ഗ്രഹങ്ങളുടെ ആക്ടിവേഷൻ രീതി ഈ ജ്യോതിഷത്തിലുള്ള ഈ ഗ്രഹങ്ങളുടെ സ്വാധീനത്തിലുള്ള കാലഘട്ടത്തിലുള്ള ആക്ടിവേഷൻ രീതി പിന്തുടർന്നുണ്ടാക്കിയതാണ് ഈ ദൈവങ്ങളും മതങ്ങളും എന്നുള്ള കാര്യമൊക്കെ അറിയാം. അപ്പോൾ ഈ ടെമ്പിളിലായാലും പള്ളിയിലായാലും ഈ പരിഹാരമെന്ന് പറഞ്ഞ് കൊടുക്കുന്ന സംഭവങ്ങളെല്ലാം ഈ ഗ്രഹങ്ങളുടെ സ്വാധീനം വച്ചിട്ടാണെന്നും ആർക്കറിയാം? നമുക്കറിയാം. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് സ്പിരിച്വലായിട്ടും പോകാറുണ്ട്, അല്ലാതെ മോഡേണായിട്ടും പോകാറുണ്ട് ഇത് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഞാൻ തെളിയിച്ചു കൊടുത്തിട്ടുള്ള കാര്യമാണ്, എല്ലാ വ്യക്തികൾക്കും അവരുടെ ലൈഫിൽ പ്ലാനറ്ററി ഇൻഫ്ലുവൻസ് ഉണ്ട് എന്നുള്ള കാര്യം. അപ്പോൾ പലരും പറയും ഞാൻ ജനറലായിട്ട് കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ പറയുകയല്ലേ നിങ്ങൾ ചോദിക്കും. അപ്പോൾ അങ്ങനെയുള്ളിടത്തുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പല ഡിബേറ്റിലും പോയിട്ടുണ്ട്, ക്ലബ് ഹൗസ് ഉൾപ്പെടെയുള്ള ഡിബേറ്റുകളിലും, അല്ലെങ്കിൽ തന്നെ ഈ പറയുന്ന പോലെ വാട്സപ്പിലായിട്ടും ഗൂഗിൾ മീറ്റിലായിട്ടും പലതിലും ഞാൻ പോയിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞാൻ കൃത്യമായി തെളിയിച്ചു കൊടുത്തിട്ടുള്ളതാണ് ഈ പറയുന്ന അവിടെ വന്നിട്ടുള്ള എല്ലാം ചലഞ്ചേഴ്സാണ്. അവർക്ക് ഞാൻ തെളിയിച്ചു കൊടുത്തിട്ടുള്ളതാണ് ഒരു മനുഷ്യനും ഒരു ഗ്രഹവും തമ്മിൽ കൃത്യമായ ബന്ധമുണ്ട് എന്നുള്ള കാര്യത്തിൽ അവർക്ക് പ്രൂഫ് അടക്കം തെളിയിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ അവർക്ക് അവിടെ ന്യായീകരിക്കാനുള്ള ഒരു അവസരവും അവിടെ ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു കാര്യമാണ്. ഇനി നിങ്ങൾക്കും വേണമെങ്കിലും വരാം, അത് എക്സ്പീരിയൻസ് ആയിരിക്കും, അത്രയേ ഉള്ളൂ. ഒരു പ്രത്യേക കാര്യം എക്സ്പീരിയൻസ് ചെയ്യുക എന്ന് പറഞ്ഞൊരു കാര്യമില്ല, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ്, അപ്പോൾ അതാണ് പറയാനുള്ളത്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് എനിക്കതാണ് പറയാനുള്ളത്. ഇനി നമുക്ക് കാര്യത്തിലോട്ട് നമുക്ക് വരാം. എങ്ങനെ നമുക്ക് നമ്മുടെ ലൈഫിൽ പണം ഉണ്ടാക്കുന്നതിലല്ല കാര്യം, നമുക്ക് ഉള്ള പണത്തിൽ നമുക്ക് സമാധാനമായി ജീവിച്ചിരിക്കാൻ പറ്റുമോ എന്നുള്ളൊരു കാര്യമാണ്. അത് മാത്രം ഒരുപാട് ലാഭം എത്രത്തോളം ഉണ്ടാക്കാൻ പറ്റുമോ, നിങ്ങളെ പൊട്ടൻഷ്യലിൽ നിങ്ങൾക്ക് എത്രത്തോളം ലാഭം ഉണ്ടാക്കാൻ പറ്റുമോ അത്രത്തോളം ലാഭം മാക്സിമം അതിൻ്റെ പീക്ക് ലെവൽ ഉണ്ടാക്കാൻ പറ്റുന്നത് എങ്ങനെയാണ്. ഇല്ലെങ്കിൽ തന്നെ അത് ഓരോരുത്തരും ഇതാണ്. ചില ആൾ ഇപ്പോൾ ഒരാൾ വിചാരിക്കുകയാണ് എനിക്ക് എലോൺ മസ്കിനെ പോലെ ആണെന്ന് വെച്ചാൽ പറ്റത്തില്ല. അത് അയാളുടെ പൊട്ടൻഷ്യൽ അത്ര ഉള്ളതുകൊണ്ട് അങ്ങനെ പോകുന്നുണ്ട്. നിങ്ങളെ പൊട്ടൻഷ്യൽ അതേ രീതിയിൽ നിങ്ങളുടെ എക്സ്ട്രീം ലെവൽ എടുക്കാനുള്ള കാര്യമാണ്. മിനിമം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാഭം കൂട്ടാം എന്നുള്ളതാണ്. ലാഭം കൂട്ടാൻ ചിലവ് കുറയ്ക്കാം, ലാഭം ഒരുപാട് കൂട്ടാം, ചിലവ് കുറയ്ക്കാൻ പറ്റും. ഓക്കെ, ഇങ്ങനെയാണ് നമ്മളത് പറയുന്നത്, മനസ്സിലായില്ല? ഇങ്ങനെയാണ് നിങ്ങൾക്ക് കയ്യിൽ കിട്ടുന്നൊരു പണം, നിങ്ങൾക്ക് എത്ര പണം കിട്ടുന്നുണ്ടോ ആ അത്രയും പണത്തിൽ നിങ്ങൾ സ്റ്റാറ്റിഫൈ ആണ്, നിങ്ങൾക്ക് ലാഭം കിട്ടുന്നുണ്ട്, നിങ്ങൾ ഓക്കെയാണ് എന്ന് നിങ്ങൾക്കുള്ളിലൊരു ചിന്തയുണ്ടെങ്കിൽ നിങ്ങളൊരു പണക്കാരൻ തന്നെയാണ്, നിങ്ങൾ കോടീശ്വരനാണ്, നിങ്ങൾ എലോൺ മസ്കിനെ കാട്ടിയും വലിയ ആളാണ്. അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമല്ല. ഇതാണ് പറയാനുള്ളത്. അപ്പോൾ ഇതാണ് കാര്യം. ഇത്ര എനിക്കറിയാം, ഒരുപാട് പൈസയുള്ള ആൾക്കാർക്ക് പോലും വളരെ ദുഃഖത്തോടെ ജീവിക്കുന്ന ആൾക്കാരുണ്ട്. അത്രയേ ഉള്ളൂ. കാരണം ഇവർ സമ്പാദിക്കുന്ന പല പൈസകൾ അത്രയും ചിലവായി പോകുന്നുണ്ട്, വീട്ടിലുള്ള അസുഖങ്ങൾക്ക് അങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോവാം. അപ്പോൾ ഞാൻ പറയുന്നത് ഡയറക്റ്റ് വീട്ടിലോട്ടാണ്. നിങ്ങളുടെ ധനസ്ഥാനവും ലാഭസ്ഥാനവും ജ്യോതിഷത്തിലൂടെ നിങ്ങളെ രാശിച്ചാട്ടിലോ അതേപോലെ ഭാവച്ചാട്ടിലും അത് കൃത്യമായി നോക്കണം എങ്ങനെയാണെന്ന്. നോക്കിയിട്ട് നിങ്ങളുടെ ലാഭസ്ഥാനവും അതുപോലെ തന്നെ ഏത് സ്ഥാനമാണ് ലാഭസ്ഥാനവും ധനസ്ഥാനവും നോക്കണം, നവാംശം നോക്കണം, എല്ലാം നോക്കണം. അത് വേറൊരു കാര്യം. എനിക്ക് ജനറൽ ഞാൻ പറയുകയാണ്, നിങ്ങളുടെ രാശിച്ചാട്ടിൽ
അല്ലെങ്കിൽ ഭാവചാർട്ടിന് കൂടുതൽ നല്ലത്. ഓക്കെ, നിങ്ങൾ ചെയ്യാനുള്ളത് നിങ്ങളുടെ എന്തോന്നാണ് ലാഭസ്ഥാനവും ധനസ്ഥാനവും നോക്കണം. ഈ 2 സ്ഥാനങ്ങളിലും നിൽക്കുന്ന ഗ്രഹങ്ങൾ ഏതാണെന്ന് നോക്കണം. ഈ ഗ്രഹങ്ങളെ നിങ്ങൾ പോസിറ്റീവ് ആക്കണം. ഇല്ലെങ്കിൽ ആ ഗ്രഹവുമായി ബന്ധപ്പെട്ട കാലഘട്ടമുള്ള ജോലികൾ നിങ്ങൾ ചെയ്യണം. ഇല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം. ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തോന്ന് സാമ്പത്തികമായി ഒരുപാട് എന്തുണ്ടാവും, ബെനിഫിറ്റ് ഉണ്ടാവും എന്നുള്ളൊരു കാര്യമാണ്. മനസ്സിലായില്ലേ? ഇങ്ങനെയാണ് ഇത് വർക്കാവുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അത്രയേ ഉള്ളൂ, വേറൊന്നുമില്ല. പിന്നെ ഈ ഇമ്പോർട്ടൻ്റ് കാര്യം എന്ന് പറഞ്ഞാൽ ദശ ടൈം പീരീഡാണ്. ചില ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് സാഹചര്യം ഒത്തു വരത്തില്ല, അത്രയേ ഉള്ളൂ. സാഹചര്യം അവർക്ക് ഒത്തു വരത്തില്ല. ചില ആൾക്കാർ ടൈം പീരീഡ്, ഒരു പ്രത്യേക പീരീഡ് ആകുമ്പോൾ മാത്രമേ ഈ 11ാമത്തെ ഭാവത്തിലെ ഗ്രഹവും 2ാമത്തെ ഭാവത്തിലെ മീൻസ് നമ്മളെ ലാഭസ്ഥാനത്തിൻ്റെയും ധനസ്ഥാനത്തിൻ്റെയും ആയിട്ടുള്ള ഗ്രഹങ്ങൾ ആക്ടിവേറ്റ് ആകത്തുള്ളൂ. അങ്ങനെ വന്നാൽ മാത്രമേ നിങ്ങൾക്ക് എന്തോന്ന് ചെയ്യാൻ പറ്റത്തുള്ളൂ, കൃത്യമായി ലാഭവും അതേപോലെ ധനവും കൃത്യമായി നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. മനസ്സിലായില്ലേ? അത്രയേ ഉള്ളൂ. അത് വരെ നിങ്ങൾക്ക് നല്ല പ്രശ്നങ്ങളായിരിക്കും, അത്രയേ ഉള്ളൂ. ഒരു പക്ഷേ ഈ 2 ഗ്രഹങ്ങൾ നിങ്ങൾ ആക്ടിവേറ്റ് ആക്കിയെന്ന് വിചാരിക്കുക. ആക്ടിവേറ്റ് ആക്കി പോസിറ്റീവ് ആക്കിയ ഗ്രഹങ്ങൾ, ഈ 2 ഭാവങ്ങളുള്ള ഗ്രഹങ്ങളെ ആക്ടിവേറ്റ് ആക്കി എന്ന് വിചാരിച്ചായിരുന്നാൽ പോലും നിങ്ങൾക്ക് ഈ സമയത്തുള്ള ദശ പീരീഡും ടൈമും എല്ലാം നോക്കിയിട്ട് മാത്രമേ ഇത് കിട്ടത്തുള്ളൂ. പിന്നെ വേറൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2 ധനസ്ഥാനത്തിലും ലാഭസ്ഥാനത്തിലുള്ള ഗ്രഹങ്ങൾ നെഗറ്റീവാണ്. അത് മൗഢ്യം, വക്രം, അത് വേറൊരു കേസാണ്. എന്നാൽ പോലും അത് ഓരോ ഗ്രഹങ്ങൾ ഓരോ രീതിയിൽ പെർഫോം ചെയ്യുന്നത്. എന്നാൽ പോലും അതിന് ഡിഗ്രി വെച്ചിട്ടും എല്ലാം അതിനൊരു നെഗറ്റീവ് ഇൻഫ്ലുവൻസ് ഉണ്ടെങ്കിൽ എന്തോന്ന് ചെയ്യുക, അത് പോസിറ്റീവ് ആക്കുക. അപ്പോൾ പോസിറ്റീവായി എടുത്ത് വരുന്ന സമയവും കുറച്ച് ഡിലേ പിടിക്കും. അപ്പോൾ ചിലർക്ക് നമ്മൾ സൊല്യൂഷൻ കൊടുക്കുന്ന സമയത്ത് കുറച്ച് ഡിലേ ആവും, പരിഹാരങ്ങളൊക്കെ ചെയ്ത് വരുമ്പോൾ, എന്നിട്ട് സക്സസ്സിലോട്ട് വരും. പിന്നെ ചില കാര്യങ്ങൾ സിറ്റുവേഷനുമായിട്ട് ബന്ധപ്പെട്ട കണക്ഷൻ ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആൾക്കാരുടെ ലൈഫിൽ പൈസ ഉണ്ടാക്കേണ്ട കാര്യങ്ങൾ അവരെ മൂക്കിന് തുമ്പത്തേനെ കാണും, പക്ഷെ അവരാരും ശ്രദ്ധിക്കത്തില്ല എന്നുള്ളൊരു കാര്യമാണ്. ഓക്കെ, അത്രയേ ഉള്ളൂ. ഇപ്പോൾ എക്സാമ്പിൾ ഒരു വഴിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു കൺസിഡറേഷൻ എടുക്കാൻ വന്ന ഒരാൾ പണ്ട് ഈ കുട്ടികൾക്കൊക്കെ ട്യൂഷനൊക്കെ എടുത്ത് കൊടുക്കുന്ന ഒരാളായിരുന്നു പണ്ട്. ഓക്കെ, അങ്ങനെ ഇപ്പോൾ ആൾ കുറച്ച് നാൾ ട്യൂഷൻ എടുത്ത് തുടങ്ങി. പിന്നെ ആൾ വേണ്ടത് വെച്ച് നിർത്തി. ഉടനെ IT ഫീൽഡിൽ പോയി. IT ഫീൽഡിൽ പോയ സമയത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വരവിനെക്കാട്ടിയും കൂടുതൽ ചിലവാണ്. ഇയാൾക്ക് കിട്ടുന്ന പൈസ എല്ലാം ചിലവായി പോവും, പൈസ കൃത്യമായി കിട്ടുന്നില്ല, പൈസയുടെ കാര്യങ്ങൾ, അങ്ങനെ മൊത്തം ഫിനാൻഷ്യൽ പ്രോബ്ലം നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാളെ 10ൽ ഗുരുവുണ്ട്, 2ൽ രാഹു ഉണ്ട്. മനസ്സിലായില്ലേ? ഓക്കെ, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇയാൾ ചെയ്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാളത്ത് ഞാൻ ഈ കാര്യം പറഞ്ഞു, ഇത് 2 നിങ്ങൾ യൂസ് ചെയ്ത് നിങ്ങൾ ടീച്ചിങ്ങിലോട്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആൾ ചെയ്ത പരിപാടി ടീച്ചിങ്ങിലോട്ട് അങ്ങ് ഇറങ്ങി ചെന്നു എന്നുള്ളൊരു കാര്യമാണ്. ഓക്കെ, ഒരു വളരെ വലിയൊരു കാലം ബ്രേക്ക് എടുത്ത് ഇയാൾ ടീച്ചിങ്ങിലൂടെ പോയി എന്നുള്ളത്. ടീച്ചിങ്ങിലൂടെ പോയപ്പോൾ ആൾ ഓക്കെയാണ്, ആൾക്ക് കുറച്ചും കൂടെ ഏണിങ്സ് വന്നു തുടങ്ങി. അങ്ങനെ ഒരുപാട് മീൻസ് ഇയാൾക്ക് കിട്ടുന്ന പൈസ ഇയാൾക്ക് വേസ്റ്റ് ആവത്തില്ല, അത് ഇയാൾക്ക് ഉപകരിച്ചിട്ടുണ്ട്. അപ്പോൾ IT ഫീൽഡിൽ നിന്ന് ഒരുപാട് പൈസ കിട്ടിയിട്ടുണ്ട് ഉണ്ട്. പക്ഷേ ഇയാൾക്ക് ലാഭം ഒരുപാട് കിട്ടി തുടങ്ങി എന്നുള്ളൊരു കാര്യമാണ്. ലാഭവും പൈസയും ഒരുപാട് കിട്ടി തുടങ്ങി. പൈസ അവ കിട്ടുന്ന വരുമാനം കുറവാണെങ്കിലും. മനസ്സിലായില്ലേ? ഇങ്ങനെ ഇയാളുടെ ലൈഫ് പോയി എന്നുള്ളൊരു കാര്യമാണ്. ഈ രണ്ടാമതൊരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ എന്തോന്നാണ്, എൻ്റെ നിന്ന് കൺസിഡറേഷൻ എടുക്കാൻ വന്ന ഒരാളുണ്ട്. ആളുടെ 11 ശുക്രനുണ്ട്. എന്നാൽ ഞാൻ പുള്ളിയുടെ അടുത്ത് പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുള്ളിക്ക് ഇവിടെ ഗേൾ ഫ്രണ്ട്സൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം, നിങ്ങളുടെ ലൈഫിൽ, നിങ്ങളുടെ ബിസിനസ്സിൽ, നിങ്ങളുടെ ലാഭം ഉണ്ടാക്കുന്നൊരു കാര്യത്തിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് സുഹൃത്തുക്കൾ നിങ്ങൾക്ക് കുറച്ച് അഡ്വൈസ് ചെയ്യും, ഒരു ഐഡിയ പറയും. ഈ ഐഡിയ നിങ്ങൾ അതുപോലെ ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ടോ ഞാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞ് ഇല്ല. അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ ഈ കാര്യം ചെയ്ഞ്ഞ് തൊട്ട് ഇവർ പറയുന്ന ഐഡിയാസൊക്കെ നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യും, ഇല്ലെങ്കിൽ ഇതിന് മുമ്പേ പറഞ്ഞ ഐഡിയ നിങ്ങളിപ്പോൾ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട് തുടങ്ങാൻ പറഞ്ഞു. അപ്പോൾ ആൾ ചെയ്തിട്ടുണ്ട്. പിന്നെ കലാപരമായിട്ടും ഈ ബ്യൂട്ടി ഐറ്റമായി ബന്ധപ്പെട്ടൊക്കെ ഇയാൾക്ക് ഇവിടെ പ്രൊമോഷനൊക്കെ അങ്ങനെ ബ്യൂട്ടി ഐറ്റമായി ബന്ധപ്പെട്ട് ചെറിയ പ്രൊമോഷൻ പോലെയും അല്ലെങ്കിൽ തന്നെ അത് പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തന്നപ്പോൾ ഇയാൾക്ക് ഒരുപാട് ഇത് ലാഭമുണ്ടായി എന്നുള്ള കാര്യമാണ്. മനസ്സിലായില്ലേ? അങ്ങനെ
ആളെന്ന് പറഞ്ഞ് സർക്കാർ ജോലിക്കാരനാണ്, മനസ്സിലായി, ആൾ സർക്കാർ ജോലിക്കാരൻ. പക്ഷേ ഇത് കിട്ടുന്ന പൈസ എല്ലാം അസുഖങ്ങൾക്കും അതിനും ഇതിനുമൊക്കെ വേണ്ടി ചിലവായി പോവുകയാണ്. അപ്പോൾ ഇവർക്ക് പൈസ ബാലൻസ് ചെയ്ത് നിർത്താൻ പറ്റുന്നുണ്ട് ഈ ഒരു ടെക്നിക്കൽ യൂസ് ചെയ്യുമ്പോൾ. അപ്പോൾ ഇങ്ങനെയാണിത് മനസ്സിലാക്കുന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ പിന്നെ നിങ്ങളുടെ ചിലവിൻ്റെ സ്ഥാനവും എല്ലാം നോക്കണം. ചിലവിൻ്റെ സ്ഥാനത്തിലുള്ള ഗ്രഹങ്ങളുടെ ആ ഒരു സംഭവത്തെ സ്റ്റോപ്പ് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് ഒരുപാട് ചിലവ് വരാതെ നീക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനത്തെ പല കാര്യങ്ങളോടെ നമ്മൾ നോക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഹൊറോസ്കോപ്പിൽ ഇതുപോലെ തന്നെ കാണും കാര്യങ്ങൾ. നിങ്ങളുടെ ഹൊറോസ്കോപ്പിൽ നിങ്ങളുടെ മൂക്കിൻ്റെ തുമ്പിൽ നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കേണ്ട എല്ലാ കാര്യങ്ങളും കാണും. ആ കാര്യങ്ങളിലൂടെ നിങ്ങൾ എന്തോന്ന് ചെയ്യുക, ഫോളോ അപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ മാക്സിമം പൊട്ടൻഷ്യലുള്ള പൈസ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളൊരു കാര്യമാണ്. അത്രയേ ഉള്ളൂ. ചില ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊടുക്കുന്ന ലക്ഷറി മെറ്റീരിയലിസ്റ്റിക് ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഭയങ്കര പാടാണ്. അവർക്ക് അങ്ങനെയുള്ളവർക്കൊക്കെ എത്ര കിട്ടിയാലും അവർ സംതൃപ്തി കിട്ടത്തില്ല. അങ്ങനെയുള്ള ആൾക്കാർക്ക് ഡീൽ ചെയ്യാൻ പാടാണ്. പക്ഷേ അവർക്ക് തിന്നും കുടിച്ചും ബാക്കിയുള്ള ഫിനാൻഷ്യൽ ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെൻറ്റൊക്കെ ചെയ്ത് പറ്റി ഇപ്പോൾ അങ്ങനെയുള്ളതൊക്കെ ചെയ്ത് മര്യാദയ്ക്ക് പോകാൻ പറ്റുന്ന ആൾക്കാരുണ്ടല്ലോ. അങ്ങനത്തെ സാഹചര്യം ഉണ്ടാകുമ്പോൾ ഹാപ്പി ആകുന്ന ആൾക്കാർ ഒരുപാടുണ്ട്. അങ്ങനെയുള്ളവർക്കാണെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഇവർക്ക് ഉപയോഗപ്പെടുന്നുള്ള കാര്യമാണ്. മനസ്സിലായില്ലേ? അപ്പോൾ എന്തോന്ന് ചെയ്യുക, ധനസ്ഥാനവും ലാഭസ്ഥാനവും ഉള്ള ഗ്രഹങ്ങളെ നെഗറ്റീവാണെങ്കിൽ പോസിറ്റീവ് ആക്കുക എന്നുള്ള. ചില ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോന്നാണ്, വിദേശത്ത് പോയാൽ മാത്രമേ പൈസ ഉണ്ടാക്കാൻ പറ്റൂ. ചില ആൾക്കാർ ഹൊറോസ്കോപ്പാണ്, വിദേശത്ത് പോകേണ്ടി വരും. ചിലവർ ഗൾഫ് കൺട്രീസ് പോകേണ്ടി, ചിലവർ ഈ യൂറോപ്യൻ കൺട്രീസിൽ പോകേണ്ടി വരും. അങ്ങനെ പോയാൽ മാത്രമേ പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ആൾക്കാരുണ്ട്. ഒന്നാമത്തെ കാറ്റഗറി. രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞാൽ സ്വന്തം നാട്ടിൽ ചെന്നാൽ മാത്രമേ പൈസ ഉണ്ടാക്കാൻ പറ്റൂ, ലാഭം ഉണ്ടാക്കാൻ പറ്റും. അങ്ങനത്തെ ആൾക്കാരുണ്ട്. പിന്നെ ചില ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണം കഴിച്ച് ഭാര്യ വന്ന് ഉടനെ പൈസ ഉണ്ടാക്കി നല്ല രീതിക്ക് ഗ്രോത്ത് ഉണ്ടാകുന്ന ആൾക്കാരുണ്ട്. ഒരുപാട് ലാഭം കിട്ടി അങ്ങനെ പോകുന്ന ആൾക്കാരുണ്ട്. ചില ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് പൈസ എല്ലാം കാണും, പക്ഷേ ഇവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ജനിച്ച നാട്ടിൽ ഇവരൊന്നും സംഭാവന ചെയ്യുന്നില്ലെങ്കിൽ ഇവർക്ക് പ്രശ്നമാണ്. അങ്ങനത്തെ ആൾക്കാരുണ്ട്. ചില ആൾക്കാരൊക്കെ വിദേശത്തായിരിക്കും. ഇവർക്ക് വിദേശത്ത് നിന്ന് കിട്ടുന്ന മൊത്തം പൈസയും വീട്ടിലുള്ള ആൾക്കാരുടെ ചിലവിന്, അസുഖങ്ങൾക്കും ലോണിനും അതിനും ഇതിനുമൊക്കെ വേണ്ടി പോയി കിട്ടുന്ന പൈസ ഒന്നും സേവിങ്സ് ഇല്ലാതെ അതുപോലെ പോകുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ ഇപ്പോൾ അങ്ങനത്തെ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അവർ എന്തോ ചെയ്യും, അവർ ജനിച്ച നാട്ടിൽ അവരെന്തോ ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അവിടെ പുണ്യ പ്രവൃത്തി, അവരുടെ കൈ മുതലേ പതിപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു കാര്യം ചാരിറ്റിയൊക്കെ ചെയ്ത് വരുമ്പോൾ ഇവർക്ക് ഈ പൈസ ബാലൻസ് ചെയ്യാൻ പറ്റും. ഇവർക്ക് അസുഖങ്ങൾക്കും ലോണിനും അല്ലെങ്കിൽ തന്നെ അനാവശ്യമായിട്ട് പോകുന്ന പൈസകളെല്ലാം അതിൻ്റെ തീവ്രത കുറഞ്ഞ് വരും എന്നുള്ള കാര്യം. അത് മാത്രമല്ല ഇവർക്ക് സാമ്പത്തിക ലാഭവും അതുപോലെ തന്നെ ലാഭങ്ങൾ ഒരുപോലെ കിട്ടി തുടങ്ങുന്നുള്ളൊരു കാര്യമാണ്. മനസ്സിലായില്ല? അപ്പോൾ ഇതാണ് കാര്യം. അതുപോലെ തന്നെയാണ് നമ്മളെ ഈ ടൈം എന്ന് പറയുമ്പോൾ നമ്മളെ സമയം. ഇപ്പം നമ്മുടെ ടൈം ഓരോ ഗ്രഹത്തിന് ആക്ടിവിറ്റി ആയിട്ട് ടൈമുണ്ട്. അതേപോലെ ദശാബഹാര കാലങ്ങളുണ്ട്. ഈ കാലങ്ങളിൽ പെട്ടെന്നൊരു ഗെയിൻസോ കാര്യങ്ങളോ എല്ലാം ഉണ്ടാകും. അപ്പോൾ ടൈം ഒരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. ചില ആൾക്ക് ഇതൊക്കെ ചെയ്യുമെങ്കിൽ പോലും ആ ടൈം അനുകൂലമല്ലെങ്കിൽ എല്ലാം വേസ്റ്റായി പോകും. അപ്പോൾ ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ നിങ്ങളുടെ മുമ്പിൽ തന്നെ എല്ലാം ഉണ്ട്. ഇതെങ്ങനെ കണ്ടുപിടിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്തോന്ന് ചെയ്യുക, അത് പുതുതായിട്ട് നിങ്ങൾക്ക് അറിയാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾ എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക. 903 74 29 39 8. ഈ നമ്പറിൽ നിങ്ങൾ എന്തോന്ന് ചെയ്യുക, ഒരു അപ്പോയിൻമെൻറ്റ് എടുക്കുക എന്നുള്ളൊരു കാര്യമാണ്. അപ്പോയിൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റത്തെ സെക്ഷൻ നമ്മൾ ഫ്രീ ആണ്. ഫസ്റ്റ് സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പേഴ്സണൽ അറിയാനുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ വളരെ നിങ്ങൾക്ക് പേഴ്സണൽ നിങ്ങൾക്ക് മാത്രം അറിയാമെന്നുള്ളൊരു കാര്യങ്ങളും ആയിട്ടുള്ള കാര്യങ്ങളും ഞാൻ അങ്ങോട്ട് പറഞ്ഞു തരും, പ്രൂഫ് അടക്കം പറഞ്ഞു തരും. അങ്ങനെ പറഞ്ഞു തരുന്ന സമയത്ത് നിങ്ങൾക്ക് തീരുമാനമെടുക്കാം നിങ്ങൾക്ക് അപ്പോയിൻമെൻറ്റ് എടുക്കണോ വേണ്ടെന്നുള്ള കാര്യം. ആദ്യം തന്നെ ഞാൻ നിങ്ങൾക്ക് പ്രൂഫാണ് തരാൻ പോകുന്നത്. അത്രയേ ഉള്ളൂ. തന്നിട്ട് മാത്രമേ നമ്മൾ പൈസ വാങ്ങത്തുള്ളൂ. അത്രയേ ഉള്ളൂ. മനസ്സിലായില്ലേ? അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഡെമോ സെക്ഷനാണ്. അതിന് പൈസ ഒന്നും വേണ്ട, ഡെമോയാണ്. നിങ്ങളെ പറ്റിയുള്ള കാര്യം ഞാൻ തന്നെ പറഞ്ഞത് എന്തിനാണ് പൈസ. അത്രയേ ഉള്ളൂ. സൊല്യൂഷൻസിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ അതിന് അപ്പോയിൻമെൻറ്റ് എടുക്കേണ്ടതിന് ആവശ്യമുണ്ട്. അപ്പോൾ അങ്ങനെ അപ്പോയിൻമെൻറ്റ് എടുക്കാൻ താല്പര്യമുള്ളവർ എന്തോ നീക്കുക അപ്പോയിൻമെൻറ്റ് എടുക്കുക എന്നുള്ളൊരു കാര്യം. ചില ആൾക്കാർ ഞാൻ കണ്ടിട്ടുണ്ട്, ചില ജ്യോതിഷന്മാർ 2000 3000 രൂപയൊക്കെ ഉടനെ അങ്ങ് എടുത്തങ്ങ് വാങ്ങിച്ച് കൈ വയ്ക്കും. എന്നിട്ട് ഇവർ ചെയ്യുന്ന പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വരുന്ന ആൾക്കാർക്ക് കൃത്യമായ ഡാറ്റയൊന്നും കിട്ടത്തുമില്ല. യവന്മാർ പൈസ വലിപ്പിച്ചുകൊണ്ട് പോവുകയും ചെയ്യും, പാവപ്പെട്ടവർ പെടുകയും ചെയ്യും.
പക്ഷേ ഇവർക്ക് ഒരു രീതിയിലുള്ള ആദ്യം തന്നെ പൈസ വാങ്ങിക്കുക എന്നിട്ട് ഇവർ പറയത്തുള്ളൂ. ഞാൻ അങ്ങനെയല്ല, ആദ്യം തന്നെ നിങ്ങളെ നിന്നുള്ള ഒരുമാതിരിപ്പെട്ട നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ലൈഫിലുള്ള കംപ്ലീറ്റ് കാര്യങ്ങളും തന്നതിന് ശേഷം നിങ്ങളെ ബോധ്യപ്പെടുത്തിയതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, നമ്മൾ അപ്പോയിൻറ്റ് എടുക്കത്തുള്ളൂ എന്നൊരു കാര്യമാണ്. അപ്പോയിൻറ്റ് എടുക്കുന്ന കാര്യം നിങ്ങളെ തീരുമാനമാണ്. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം, ഇല്ലെങ്കിൽ വേണ്ട. അത് നിങ്ങളെ ചോയ്സാണ്. മനസ്സിലായില്ലേ? ഈ ഡെമോ കഴിഞ്ഞ ഉടനെ ഇങ്ങനെയാണ് നമ്മളെ ഈ സിസ്റ്റം പോകുന്നത് തന്നെ. ഓക്കെ, അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അത് മാത്രമല്ല, നമ്മൾ ഡിബേറ്റ് ചെയ്യാൻ നമ്മൾ എത്ത് സ്റ്റേജുള്ള ആൾക്കാരൊക്കെ നമ്മൾ പ്രത്യേകം ഇതുണ്ട്. എത്ത് സ്റ്റേജുള്ളവർക്ക് ഡിബേറ്റ് ചെയ്തിട്ടുള്ളതായാലും എങ്ങനെയായാലും നമ്മളിപ്പോൾ അത് ചെയ്യുന്നുള്ളൊരു പരിപാടിയാണ്. മനസ്സിലായില്ലേ? ഇപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് തോന്നുന്നു.